രണ്ടു ഉപദേശമായി നീ ഏകണം തന്നുകൊണ്ടാലും വരങ്ങൾ എനിക്കിന്നി അസ്തുതേ സർവം ഇതൊക്കെവേ ഞാൻ എനക്കിഷ്ടമായുള്ള തന്നേൻ വരങ്ങളെ. എങ്കിലും ഒന്നുണ്ട് സംശയമേ മനക്കാമ്പിൽ അതിന്നു നീ തീർത്തു തന്നിരണം. സ്ത്രീകളിലാരാൻ ഗണാങ്കണേ നിന്നെതിർപ്പോർ ചെയ്യില്ലെന്തുള്ള നിൻ വരത്തിൻ ഫലം. സ്ത്രീകളാലും വധിക്കപ്പെടായോൻ വരം ചോദിച്ചവാറേ മറന്നിതോ ദാരിക. പൊട്ടിച്ചിരിച്ചു കൊണ്ടോതിനാൻ ദാരികൻ നല്ല ഫലിതമിതു ചതുരാനന. കാണുന്ന രാത്രിയിൽ പേടിച്ചു മണ്ടുന്ന നാരികൾക്കാവുമോ ദാരിക വിഗ്രഹം. സ്ത്രീകളാൽ ഞാൻ ഇന്ന് അവധ്യത്വം ആഗ്രഹിച്ചിടുകിൽ മാനം മുടിഞ്ഞു പോമൊക്കെയും. ആകയാൽ ഞാൻ അപേക്ഷിക്കുന്നതിൽ ഇനി മേലിൽ ഒരു വരം വന്നേ നമസ്കാരം. എത്രയും ധിക്കാര വാക്കുകൾ കേട്ടതിനുത്തരമേകി മറഞ്ഞു വിരിഞ്ചനും. ദിവ്യസ്വരൂപിണിയാം ഒരു സ്ത്രീ തന്നെ നിന്നെ വധിക്കും രണാങ്കണേ നിശ്ചയം. എന്നാൽ പ്രദത്തമാം ദിവ്യവരങ്ങളും നിഷ്പ്രഭമായി വരും ചെറ്റില്ല സംശയം. ആഹ്ലാദ ചിത്തനായി ഗർഭിതനായി പുനഃപാതാളഗേഹത്തിലെത്തിനാൻ ദാരികൻ. മാതൃക്കളും ഓടസുരരായി മറ്റുള്ള സർവജനത്തോടും വിസ്തരിച്ചോതിനാൻ. ദിവ്യവരബലപ്രാപ്തി വൃത്താന്തങ്ങളെല്ലാം അറിഞ്ഞവർ കോശം തുടങ്ങിനാർ. ഒട്ടുമമാന്തം വരുത്താതെ ശില്പികൾ മുമ്പനായുള്ള മയാസുരനെത്തിനാൻ. പശ്ചിമ തീരത്തു ചക്രവർത്തി വാസയോഗ്യമായുള്ള പുരിയൊന്നവർ തീർത്തു. ഭീതിയാലങ്ങുമിങ്ങും മറിഞ്ഞിത്ര നാൾ പാർത്തോരസുരരുമിച്ചു സത്വരം നല്ല മുഹൂർത്തത്തിൽ അപ്പുറം പ്രാപിച്ചു. ദാരികനെ പിന്നെ രാജനായി വാഴിച്ചു കൂടി നിരൂപിച്ചു. കോക്കുകളും കൂട്ടി ദേവകളുമായ ആയോധനത്തിനായി തേരൊരുമിച്ചു. ശാസ്ത്രങ്ങൾ ഒന്നിനോനേറ്റം വിനാശകരങ്ങളായുള്ളവ ധാരാളമായി കരുതി മാതൃക്കളോട് ആശീർവചനവും നേടിയ ദാരികൻ. തേരിലേറിനാൻ സൈനിക വൃന്ദവും മറ്റുള്ള മാതിരും കൂടെ പുറപ്പെട്ടു. ഘോരമായി യുദ്ധപ്പെരും പറനാദവും വെള്ളിടി വെട്ടും കണക്കങ്ങുയർന്നിതു. അർണവം പോൽ ചെന്നമരാവതിയാകും ഇന്ദ്രപുരി വലയം ചെയ്തു നിന്നവർ. കോലാഹലങ്ങളും ഭൈരീനിനാദവും ഭീതി വളർത്തിതു ദേവകൾ മാനസേ. മേ ശരണം. ഇതി ശ്രീ മാർക്കണ്ഡേയ മഹാപുരാണേ ഭദ്രോൽപത്തി പ്രകരണേ 1-ാം അധ്യായം.